പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് ഖബറിൽ ശിക്ഷിക്കപ്പെടാത്ത 6 വിഭാഗം ആളുകളെ കുറിച്ചാണ്. ഈ വിഭാഗത്തിൽ നിങ്ങൾ പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഈ സ്വഭാവങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവർക്ക് നീ ആഖിറം വെളിച്ചമാക്കി കൊടുക്കണേ, ഖബറിൽ സന്തോഷം നൽകണേ അല്ലാ. അവരുടെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ക്ലാസ് തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അറിയുന്ന ആളുകളൊക്കെ അത് കമന്റിൽ എഴുതി വിടുക. അവസാന നാള് അടുക്കുന്ന സമയത്ത് ഏറ്റവും വലിയ അടയാളമാണല്ലോ ദജ്ജാൽ വരിക എന്നുള്ളത്. ആ ദജ്ജാലിനെ കൊല്ലാൻ ആകാശത്തിൽ നിന്ന് ഒരു പ്രവാചകൻ ഇറങ്ങി വരും. ആ പ്രവാചകന്റെ പേരെന്താണ്? അറിയുന്നവരൊക്കെ കമന്റിൽ എഴുതുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് വളരെയേറെ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അഥവാ ഖബറിൽ ശിക്ഷിക്കപ്പെടാത്ത 6 വിഭാഗം ആളുകളെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ഭയക്കേണ്ട ഒരു ലോകമാണ് ഖബർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തഅബ ഉസ്താദ് നമ്മളെ പഠിപ്പിച്ചത്, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബറെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകണം. ഖബറെന്ന് കണ്ടാൽ, ഖബറെന്ന് കേട്ടാൽ നമ്മൾ കരയണം, പൊട്ടിക്കരയണമെന്നാണ് മഹാനരായ തഅബ ഉസ്താദ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയായിരുന്നു മുൻഗാമികളായ മഹാരഥന്മാർ. മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? സ്വർഗം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സന്തോഷ വാർത്ത അറിയിച്ച സഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയാണ്, മുത്തുനബിയുടെ മരുമകനാണ്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരെ ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയാറുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ അവസ്ഥ എന്താണ്? നമ്മളെ കയ്യിൽ എന്താണുള്ളത്? നമ്മളോട് ആരെങ്കിലും പറഞ്ഞിക്കണോ നീ സ്വർഗത്തിലാണ് എന്നുള്ളത്? നമ്മൾക്ക് എന്ത് അധികാരമാണുള്ളത്? എന്ത് സ്ഥാനമാണുള്ളത്? അപ്പൊ നാം ഒക്കെ എന്നും ഖബറിനെ കുറിച്ച് കരയേണ്ടവരാണ്, ഖബറിനെ കുറിച്ച് ഓർക്കേണ്ടവരാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, 6 വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ ശിക്ഷിക്കുകയില്ല എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1ാമത്തെ വിഭാഗം മഹാന്മാര് പറയുന്നു, പതിവായി നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുന്നവരാണ്. നമ്മളെ അവസ്ഥ എന്താ? ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വരെ നിസ്കാരം ഖളാ ആക്കും. ഒരു പനി വന്നാ നിസ്കാരം ഖളാ ആക്കും, തലവേദന വന്നാ നിസ്കാരം ഖളാ ആക്കും, കല്യാണം ഉണ്ടെങ്കിൽ നിസ്കാരം ഖളാ ആക്കും, ഹൗസ് വാമിംഗ് ഉണ്ടെങ്കിൽ നിസ്കാരം ഖളാ ആക്കും, വിരുന്ന് പോയാൽ നിസ്കാരം ഖളാ ആക്കും, ടൂറ് പോയാൽ നിസ്കാരം ഖളാ ആക്കും, ഷോപ്പിങ്ങിന് പോയാൽ നിസ്കാരം ഖളാ ആക്കും. പിന്നെ എങ്ങനെ നമ്മൾക്ക് ഖബറിൽ രക്ഷപ്പെടാൻ കഴിയുക? നിസ്കാരം ഖളാ ആക്കാതെ പതിവായി നിസ്കരിച്ചാൽ അവരെ ഖബറിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല. കാരണം നിസ്കാരം അസ്വലാത്തു ഇമാദുദ്ദീൻ, ദീനിന്റെ തൂണാണ് പ്രിയമുള്ളവരെ നിസ്കാരം എന്ന് പറയുന്നത്. ഒരാൾക്ക് കൃത്യമായി നിസ്കരിക്കാനുള്ള മനസ്സ് ലഭിച്ചാൽ അവൻ രക്ഷപ്പെടുകയാണ്. കൃത്യമായി ഖളാ ആകാതെ നിസ്കരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരെ കുറിച്ച് പിന്നെ നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല. ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് രക്ഷപ്പെടാൻ ആ മക്കൾ മതി എന്നുള്ളതാണ്. അപ്പൊ നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഖളാ ആക്കാനും പറ്റൂല. ചില ആളുകൾ തീരെ നിസ്കരിക്കാത്തവരുണ്ട്. അവരുടെ കഥ പറയാനില്ല. അവര് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ദുനിയാവിലും ആണ്ടുപോകും, പരലോകത്ത് ഒരിക്കലും അവർ രക്ഷപ്പെടുകയില്ല എന്നുള്ളതാണ്. അപ്പൊ നിസ്കാരം ഖളാ ആക്കാതെ ശ്രദ്ധയോടെ നിസ്കരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ്, അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് നിസ്കാരം എന്ന് പറയുന്നത്. നിസ്കാരം അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ്, അള്ളാഹുവിനോടുള്ള സംസാരമാണ്. നമ്മൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ,
അള്ളാഹുവിനോട് ഇഷ്കുണ്ടെങ്കിൽ, മഹബത്തുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധയോടുകൂടെ ഖളാ ആകാതെ നിസ്കരിക്കുമെന്നുള്ളതാണ്. നമ്മൾ നിസ്കാരം ശ്രദ്ധിക്കുന്നില്ല, നിസ്കാരം എപ്പോഴും ഖളാ ആക്കി നിസ്കരിക്കുന്നവരാണ്, അതല്ലെങ്കിൽ തീരെ നിസ്കരിക്കാത്തവരാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം ഞാനും നിങ്ങളും റബ്ബുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളത്. റബ്ബുമായി ബന്ധമുള്ള ആളുകൾക്ക് നിസ്കാരം ഒരിക്കലും ഖളാ ആക്കാൻ കഴിയൂല, നിസ്കാരം ഒഴിവാക്കാൻ കഴിയൂല. കാരണം എന്താ? അസ്വലാത്തു മിറാജുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്, അള്ളാഹുവിനോടുള്ള സംഭാഷണമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹു നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല അസ്വലാത്തു നൂറുൻ, നിസ്കാരം പ്രകാശമാണ്. പരലോകത്ത് നമ്മൾക്ക് പ്രകാശമാണ്, ഖബറിൽ നമ്മൾക്ക് പ്രകാശമാണ്. നമുക്കറിയാം ഖബർ ഇരുട്ടുള്ളതാണ്. നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, ഖബറിന്റെ മുകളിൽ മൂടുകല്ല് വെച്ച് കഴിഞ്ഞാൽ, ഖബറിന്റെ മുകളിലേക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ ആ ഖബർ വല്ലാത്ത ഇരുട്ടുള്ളതാണ്. ഒരാളുടെ ഖബറിലേക്കും ലൈറ്റ് അടിക്കലില്ല, ഒരാളുടെ ഖബറിലേക്കും കറണ്ട് സംവിധാനം ചെയ്യാറില്ല, അത് ഇരുട്ടുള്ളതാണ്. ആ ഖബർ പ്രകാശിപ്പിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ നിസ്കാരം ഖളാ ആകാതെ നിസ്കരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖബറിൽ ശിക്ഷിക്കപ്പെടാത്ത രണ്ടാമത്തെ വിഭാഗം ആളുകളാരാ? അസ്വദഖത്തു, ദാനധർമ്മം ചെയ്യുന്ന ആളുകളാണ്, പാവങ്ങളെ സഹായിക്കുന്നവരാണ്. സക്കാത്ത് കൊടുക്കുന്നവർ മാത്രമല്ല, അത് പാവപ്പെട്ടവരുടെ കറയാണ്, അത് കൊടുക്കൽ നിർബന്ധമാണ്. അതിന് പുറമെ പാവപ്പെട്ടവരെ സഹായിക്കുക. വീട്ടിലേക്ക് ഒരു പാവപ്പെട്ടവൻ കയറി വരുമ്പോ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അയൽവാസിയെ കുട്ടിയെ കെട്ടിക്കുന്ന സമയത്ത് അവർക്ക് സമ്പത്തില്ലെങ്കിൽ സഹായിക്കുക. ഭക്ഷണം ചോദിച്ചു വരുമ്പോ അവരെ സഹായിക്കുക. ഇങ്ങനെ സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിൽ അത് വല്ലാത്ത വെളിച്ചമാണ്. ഇരുട്ടുള്ള ഖബർ പ്രകാശിപ്പിക്കുമെന്നാണ് മഹാന്മാര് പറയുന്നത്. ഇന്ന സ്വതക്ക കണ്ടോ, തീർച്ചയായും സദഖ ലതുത്ഫിഉ അൻ അഹ്ലിഹാ ഹർറൽ ഖുബൂർ. എൻ്റെ പ്രിയമുള്ളവരെ, ഖബറിലെ ആ ചൂടുണ്ടല്ലോ അത് തണുപ്പിക്കാൻ സദഖക്ക് കഴിയും. ഖബറിലെ ആ നരകത്തിന്റെ ചൂടുണ്ടല്ലോ അത് തണുപ്പിക്കാൻ സദഖക്ക് കഴിയുകയാണ്. ഖബറിലെ ശിക്ഷ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് ചെയ്യും. അതുകൊണ്ടാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ വല്ലാതെ ദാനം ചെയ്യുന്നവരായിരുന്നു. മഹദിയായ ഫാത്തിമ ബീവി വല്ലാതെ ദാനം ചെയ്തിരുന്നു. ആയിഷ ബീവിയെ കുറിച്ച് പറയാനില്ല, ഖദീജ ബീവിയെ കുറിച്ചും പറയാനില്ല. ഇവരൊക്കെ ധാരാളം സ്വതക്ക ചെയ്തിരുന്നു. അതിനെന്തിനു വേണ്ടിയാ? ഖബറിൽ രക്ഷപ്പെടാനാണ്, പരലോകത്ത് രക്ഷപ്പെടാനാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ രണ്ടാമത്തെ വിഭാഗം, ഖബറിൽ ശിക്ഷിക്കപ്പെടാത്ത രണ്ടാമത്തെ വിഭാഗം, സൂറത്തുൽ മുൽക്ക് നിത്യമായി എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകളാണ്. സൂറത്തുൽ മുൽക്ക് പരിശുദ്ധ ഖുർആനിലെ അത്ഭുതങ്ങളുടെ കലവറയാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ മുൽക്ക് മദ്രസകളിലൊക്കെ കാണാതെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് മഹാനായ നബിതങ്ങൾ പറഞ്ഞത് ഹിയൽ മാനിയ, അത് ശിക്ഷയെ തടുക്കുന്നതാണ്, ശിക്ഷയെ തടയുന്നതാണ് സൂറത്തുൽ മുൽക്ക്. ഹിയൽ മുൻജിയ, അത് രക്ഷയുടെ സൂറത്താണ്, രക്ഷയുടെ സൂറത്താണ്. തീർന്നിട്ടില്ല. തുൻജീഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമത്രേ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ. റസൂലുള്ളാഹി വെറുതെ പറഞ്ഞതല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുഹാ. ഒരിക്കലും അല്ലാഹുവിന്റെ ദിവ്യ സന്ദേശം ലഭിക്കാതെ റസൂലുള്ളാഹി ഒന്നും പറയാറില്ല. അള്ളാന്റെ സന്ദേശമാണ് നബിയെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. സൂറത്തുൽ മുൽക്ക് ഓതി കഴിഞ്ഞാൽ അത് ഖബർ ശിക്ഷയെ തടയും, അത് ഖബറിൽ പ്രകാശമാണ്, അത് ഖബറിൽ രക്ഷയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ഈ ദാറുൽ മുബീൻ യൂട്യൂബ് ചാനലിലെ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കാറുണ്ട്. 5 മഹാന്മാരുടെ പേരില് നമ്മൾ ഫാത്തിഹ ഓതിട്ടാ തുടങ്ങുക. മുത്തുനബിയുടെ പേരില്, അതുപോലെ തന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരില്, സീം വലിയുള്ളാഹി തങ്ങളെ പേരില്, അജ്മീർ ഖാജ തങ്ങളെ പേരില്, മരണപ്പെട്ടവർക്ക് വേണ്ടി. അതോടൊപ്പം സ്വലാത്തുൽ ഫാത്തിഹ ഓതും. അതോടൊപ്പം തന്നെ ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ നമ്മൾ ചൊല്ലും. ആ മജ്ലിസിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. കൃത്യമായി 6 മണിക്ക് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് പങ്കെടുക്കുക. ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് ശാന്തിയും സമാധാനവും സന്തോഷം ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നു. ജോലി ലഭിച്ചവരുണ്ട്,
അസുഖം മാറിയ ആളുകളുണ്ട്, അതുപോലെ തന്നെ കളഞ്ഞുപോയ വസ്തുക്കൾ കിട്ടിയ ആളുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫലങ്ങൾ നമ്മളെ മജ്ലിസ് കൊണ്ടുണ്ട്. അത് സാധുവായ എന്റെ കറാമത്തൊന്നുമല്ല, നമ്മൾ ആ ചൊല്ലുന്ന സ്വലാത്തുൽ ഫാത്തിഹിന്റെ അതുപോലെ തന്നെ മുത്തുനബിയുടെ ബറക്കത്താണ്. മഹാന്മാരുടെ പേരിൽ ഫാത്തി ഓതികൊണ്ടാണ് ഈ മജ്ലിസിൽ ഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ രാവിലെ 6 മണിക്കത്തെ ആ മജ്ലിസിൽ പങ്കെടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് പങ്കെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു വഴി മഹാന്മാര് പറയുകയാണ്, സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക. പരിശുദ്ധ ഖുർആനിലെ ഖൽബാണ്, ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ. ഒരുപാട് പ്രയാസങ്ങൾ മാറാനും നമ്മളെ മുറാദുകൾ ഹാസിലാവാൻ, ഹാജത്തുകൾ നിറവേറാൻ സൂറത്തു യാസീൻ നല്ലതാണ്. ആ കൂട്ടത്തിൽ ഖബറിൽ നിന്ന് രക്ഷപ്പെടാനും സൂറത്തു യാസീൻ നമ്മൾ പാരായണം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സൂറത്തു യാസീന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ മുഴുവനും പാരായണം ചെയ്താൽ അത് ഖബറിൽ നൂറാണ്, ഖബറിൽ പ്രകാശമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് ഖബറിൽ കൂട്ടിനായി വരുമെന്നുള്ളതാണ്. നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് കൂട്ടിനായി നേരം പോകാൻ പരിശുദ്ധ ഖുർആൻ കൂട്ടിന് വരുമെന്ന് മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റമളാനിക്ക് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ ഓതേണ്ടത്, റമളാൻ കഴിഞ്ഞാലും എല്ലാ ദിവസത്തിലും എല്ലാ സമയത്തിലും നമ്മൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ വയറ് സംബന്ധമായ അസുഖം കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ അവരെ ഖബറിൽ ശിക്ഷിക്കപ്പെടില്ല എന്ന് മഹാന്മാര് പറഞ്ഞതായി കാണാം. ഒരാളെ വയറ് കൊന്നു എന്ന് പറഞ്ഞാൽ വയറ് സംബന്ധമായ അസുഖം കാരണം ഒരാൾ മരിച്ചാൽ അവനെ ഖബറിൽ ശിക്ഷിക്കപ്പെടില്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഒരാൾ മരണപ്പെട്ടാൽ അവനെ ഖബറിൽ ശിക്ഷിക്കപ്പെടില്ല. മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ, ഒരു മുസ്ലിമായ മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ടു പകലിൽ, ഔ ലൈലത്തുൽ ജുമുഅ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിൽ അഥവാ വ്യാഴാഴ്ച രാത്രി ഒരാൾ മരണപ്പെട്ടാൽ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ, ഖബറിലെ ഫിത്നയിൽ നിന്ന് അല്ലാഹു അവനെ സംരക്ഷിക്കും. ഖബറിലെ അദാബുകളുണ്ട്, ഖബറിൽ ചൂടാണ്, കഠിനമായ ഇരുട്ടാണ്, കഠിനമായ ശിക്ഷയാണ്. അതിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുമത്രേ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെട്ടു കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ 6ാമത്തെ വിഭാഗം പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് മക്കളെയൊക്കെ പണ്ഡിതന്മാരാക്കണം, മക്കളെയൊക്കെ ദർസ് പഠിപ്പിക്കാൻ പറഞ്ഞേക്കണം. ഒരു 3 മക്കളുണ്ടെങ്കിൽ ഒരു ആൺകുട്ടിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? പണ്ഡിതന്മാരാക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. യുക്റമുൽ ആലിമു ഫീ ഖബരിഹി, ഒരു പണ്ഡിതനായ മനുഷ്യൻ, പണ്ഡിതനായ ആളെ അള്ളാഹു ഖബറിൽ ബഹുമാനിക്കപ്പെടും. മലക്കുകൾ ഖബറിലേക്ക് വരുമ്പോൾ ബഹുമാനത്തോടുകൂടെയും ആദരവോടുകൂടെയുമാണ് പണ്ഡിതന്മാരോട് ആലിമീങ്ങളോട് സംസാരിക്കുക. അതോടൊപ്പം തന്നെ സ്വാലിഹീങ്ങളായ ആളുകൾക്കും അള്ളാഹു ഖബറിൽ രക്ഷ നൽകും. അതോടൊപ്പം തന്നെ അമ്പിയാക്കളെ കുറിച്ച് പിന്നെ പറയാനില്ലല്ലോ. അമ്പിയാക്കൾ പിന്നെ ഖബറിൽ രക്ഷപ്പെട്ടവരാണ് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അമ്പിയാക്കളുടെയും ആലിമീങ്ങളുടെയും സജ്ജനങ്ങളുടെയും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം കാണാതെ പഠിച്ച ആളുകളുടെയും ഒക്കെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ വിഭാഗത്തിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. കൃത്യമായി നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ, എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതുന്നവരുടെ കൂട്ടത്തിൽ, യാസീൻ സൂറത്ത് ഓതുന്നവരുടെ കൂട്ടത്തിൽ, എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാമയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ഖബറിൽ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. ഈമാനും തഖ്വയും നൽകണേ റബ്ബേ. ഖബറിലെ ഇരുട്ടിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പരിശുദ്ധ ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് ഞങ്ങളെ ഖബർ അലങ്കരിക്കണേ അല്ലാ. പരിശുദ്ധ ഖുർആനിന്റെ നൂറ് കൊണ്ട്, പ്രകാശം കൊണ്ട് ഞങ്ങളെ എല്ലാവരുടെ ഖബറും പ്രകാശിപ്പിക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.